ഹലോ, ഇന്നിപ്പോ എന്നാ പരിപാടി? അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മള് പുറത്തേക്ക് പോയി നോക്കുകയാണ്. കാലാവസ്ഥയെല്ലാം അനുകൂലമായെങ്കിൽ നമുക്ക് പോകാൻ സാധിച്ചാൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കായി നമ്മൾ സമർപ്പിക്കുന്നതായിരിക്കും. രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക. രണ്ട് കൈ നീട്ടി തന്നാലോ? രണ്ട് കൈ നീട്ടി തരണ്ട. ഹാരിയസ്, അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഞങ്ങള് ചെറുതായിട്ട് പ്ലാൻ ഇട്ടേക്കുന്നത് മഴയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അടുത്തൊരു ആപ്പിൾ തോട്ടമുണ്ട്, അവിടെ പോയി കുറച്ച് ആപ്പിൾ പറിക്കുക എന്നാണ് വിചാരിച്ചേക്കുന്നത്. അതെ, ആരും പിടിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ വഴിയിലുള്ള ആപ്പിളാണേലും പറിക്കും അല്ലേ? എനിക്ക് പഠിക്കില്ലേ, പറിക്കുന്ന പറ. പറിച്ചിരിക്കും, ഒരു കവർ എടുത്തു, ഒരു കിറ്റ് പറിക്കും. അതെ. ഇപ്പൊ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. നമ്മൾ ഡയറക്ഷൻ നേരെ സൈക്കിൾ എടുക്കാന്നില്ലേ? സൈക്കിളിനാണ് നടക്കാൻ മടിയാ, സൈക്കിളിൽ പോകാൻ വിചാരിച്ചു. സൈക്കിൾ വെക്കാൻ വേണ്ടിയിട്ടൊരു വരാസ്തുണ്ട്, അതായത് സ്റ്റോർ റൂം പോലുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ സൈക്കിൾ വയ്ക്കുന്നത്. ഇതാണ് എൻ്റെ ശകടം. ഇതാണ് ഇച്ചുൻ്റെ ജിംബ്രൂട്ടൻ. സ്വന്തമായിട്ട് പേരൊക്കെ ഇട്ടിട്ടുണ്ട്, ജിംബ്രൂട്ടൻ. സൈക്കിളിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അത് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഒരാൾ പോകുന്നുണ്ട്. ഇവിടെ മുഴുവൻ ഈ സാധനം പറഞ്ഞു നടക്കും. ഈ വെള്ളം കാണുന്ന സാധനം പൂപ്പന്താടിയാണോ വേറെ എന്തേലും ആണോ എന്നറിയത്തില്ല. പൂപ്പന്താടി അല്ലേ? പൂപ്പന്താടി അല്ല കേസ്. എന്തുവായാലും അത് പറന്ന് നടപ്പുണ്ട് ഒരുപാട്. ഈവനിങ് ഇങ്ങനെ സൈക്കിൾ ചവിട്ടി എന്നൊക്കെ നല്ല രസമാണ്. ഒരു ഫോട്ടോ എടുത്തോട്ടെ. പുള്ളി എന്നാണെങ്കിലും ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് വരുന്നുണ്ട്. ഉണ്ടോ? ഇവിടെ ഇരിക്കുവായിരുന്നു. അതെ, എന്നാ പറഞ്ഞ? അതെ, മുയൽ റോസ്റ്റ് വെച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. പക്ഷെ എങ്ങനെ പിടിക്കും എന്നുള്ളത് ഭയങ്കര സംശയമായതുകൊണ്ട് ചെറിയ അങ്ങോട്ട് ചെല്ലാത്ത കുഴപ്പമുള്ളത്. ഭയങ്കര ഓട്ടോ. അപ്പൊ ശരി, നീ നിന്റെ കാര്യം പോയി 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 അവൻ പോയി പിടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ അവൻ ഓടിപ്പോയി. സംഭവം കൊള്ളാം അല്ലേ? കണ്ടോ? ഇച്ചു ഇത് കണ്ടപ്പോഴത്തേക്ക് ഇച്ചു പറഞ്ഞു ഇച്ചുവിനും പഠിക്കണമെന്നത്. നോക്കാം. എന്താ അവള് പുറകിൽ ഇരിക്കുന്നുണ്ടോ? അങ്ങനെ കുറേ കാഴ്ചകളുണ്ട് ഇവിടെ. നമുക്ക് സൈക്കിളിന് പുറകിൽ അങ്ങനെ പിള്ളേരെ ഇരുത്തിക്കൊണ്ട് പോകാനുള്ള സീറ്റൊക്കെ വെക്കാൻ പറ്റും. ഇതാണിത് നമ്മുടെ ആപ്പിൾ മരം. നമ്മളിത് ആപ്പിൾ തോട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇതെങ്ങനെ അകത്ത് കയറാം എന്നുള്ളത് നമുക്കിതുവരെ മനസ്സിലായില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഉള്ളതാണ് കേട്ടോ. ഉണ്ടോ? ഇത് ഭംഗിയാന്ന് നോക്കി. നല്ല സ്മെല്ലും ഉണ്ട്. പഴുത്ത ആപ്പിളിൻ്റെ നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഇവിടെ നിന്ന് കണ്ടിട്ട് പോലെ നടക്കൂളോ? എന്നതോടുകൂടി സാഹസികമായി ഞങ്ങളെ വഴി കണ്ടുപിടിച്ചേക്കുവാണ്. മഴ പെയ്ത നനയും അല്ലേ? ഇതൊന്ന് അപ്പൊ ലോക്കെല്ലാം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ആരും എടുത്തോണ്ട് പോയല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ തോട്ടത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് ആപ്പിൾ പറിച്ച് കഴിക്കാമെന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആപ്പിൾ തന്നെ അല്ല, വേറെ എന്തൊക്കെയോ ഫ്രൂട്ട്സ് ഉണ്ട് ഇല്ലേ? അവിടെ ആ ഒരു ട്രീ കണ്ടിട്ട് കുറച്ച് നല്ല റെഡ് ആപ്പിള്. അപ്പം അത് പറിക്കാം, അതിനെ ലക്ഷ്യം വെച്ചാണ് പോകുന്നത്. ഇത് തീരെ ചെറിയ ആപ്പിളാട്ടോ. അപ്പോൾ നല്ല മധുരമായിരിക്കും. ഒരെണ്ണം പറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ? ആപ്പിൾ കള്ളി അല്ല, ഒരെണ്ണം പറിക്കൂ. അത് കൊള്ളാം. ഇത് വെറൈറ്റി ആപ്പിളാട്ടോ.
ടേസ്റ്റ് ഉണ്ടോ? നല്ല അടിപൊളി ടേസ്റ്റ്. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നേ. ഇത് നോക്ക്, ചെറിയൊരു പുളി ഉണ്ട് കേട്ടോ. ഫ്രഷ് മോളു. സൂര്യൻ ചേട്ടൻ ഉദിച്ച് നിന്ന് നാണം കെടുത്തിക്കൊണ്ടിരിക്കുക. ഒരു രക്ഷയില്ല കേട്ടോ. അല്ലേ ചാ? നല്ല ചൂട്. ഇത്തിരി കുറച്ച് മുമ്പ് വരെ ഇതായിരുന്നു, മറ്റേ മഴക്കാറ്. ഇങ്ങനെ കൊതിപ്പിച്ച് നിൽക്കുക ആപ്പിള് ഫുള്ള്. നമ്മള് പറിക്കണം. അതെ, ഇത് ഫുള്ള് പിയറാണ്. പിയർ മരം മുഴുവൻ ഇങ്ങനെ കായ്ച്ചു കിടക്കുക. ഞാനിവിടെ വീഡിയോ എടുക്കാനുള്ള സമയം കൊണ്ട് അവിടെ പോയി ഒരാൾ പറിച്ച് തീറ്റി തുടങ്ങി. എങ്ങനെയുണ്ട്? നല്ലതാണെന്നാ പറയുന്നത്. കാ കിടക്കുന്നുണ്ടോ പിയറിൽ? ആപ്പിൾ മരങ്ങളെല്ലാം ഇങ്ങനെ കായ്ച്ച് നിൽക്കുക. കണ്ടോ? കുറച്ച് സമയം ഇരിക്കാൻ പറ, ഒരു കസാരയും കൂടി ഇട്ട് കൊടുക്ക്. ഓ തഗ് കായാണെന്ന് അറിയത്തില്ല, ഇങ്ങനെ പച്ച കളറിൽ കിടപ്പുണ്ട്. ഈ മരം നിറയെ ഉണ്ട്. ഇതുപോലെ ഒരാളത് പറിച്ച് എന്ത് നല്ല വിശക്കായാണെന്ന് അറിയത്തില്ല. ഇതിൽ അത്യാവശ്യം വലിപ്പമുള്ളതുണ്ട്. പറിക്ക്. ഇപ്പോഴേ പറഞ്ഞില്ലേ ഇവിടെ അവസാനം വലിഞ്ഞ് മരത്തെ കയറുമെന്ന്. മരത്തെ കയറിയാ പോരാ, ആപ്പിള് പറിക്കണം. ഇറക്കാൻ ക്രെയിം വിളിക്കേണ്ടി വരുമോ? ഇറക്കാൻ ക്രെയിം വിളിക്കേണ്ടി വരുമോ? മരം കയറിയാണോ പ്രാക്ടീസ് ഉള്ളത്? എന്നാൽ ക്യാമറ നോക്കിയാണ് എനിക്ക് കിട്ടാതെ പോയി. അടുത്തായി നമ്മൾ കാണുന്ന ആപ്പിള് മരത്തിലൊരു കുരങ്ങി. ആപ്പിള് പറിച്ച് തിന്നുന്ന കുരങ്ങിയാണ് നമ്മൾ കാണുന്നത്. മറ്റേ സാധനം വെക്കാം. പറ്റിയാൽ ഒരാൾ തലയം കുത്തി വീഴുന്ന കാഴ്ച കാണാം. ബാ ഇറങ്ങ്. തിന്നുന്നില്ലേ? തിന്നുന്നുണ്ട്. ചാട് ചാട് ചാട്. മരങ്ങൾ നിറയെ ഇറക്കിയാണ്. നല്ല നോക്കിയെടുക്കേ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആപ്പിൾ കഴിച്ച് മരിക്കുന്നവർക്ക്, പക്ഷേ മടുക്കുന്നവർക്ക് ഇവിടെ ഇരിക്കാം. ഇരുന്ന് റെസ്റ്റ് എടുത്തുകൊണ്ട് കഴിക്കാം അങ്ങനെയുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. എന്താണ് കിട്ടിയോ? കുറച്ച് ആപ്പിൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് വേണ്ട. നല്ല പണ്ട് ഇതുപോലെ ഒരു ആപ്പിൾ തന്ന് കഴിച്ചതിന്റെ ക്ഷീണം ഞങ്ങൾക്ക് ഇതുവരെ മാറിയിട്ടില്ല. അയ്യടാ, ആ ആപ്പിൾ അല്ല ഈ ആപ്പിൾ. ഇതങ്ങോട്ട് തിന്നേ. നല്ല അടിപൊളി ആപ്പിളാ, നല്ല മധുരം. വിശ്വസിച്ച് കഴിക്കാലോ. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കത്തില്ല കേട്ടോ. ഇത്രയും സമയം എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. എവിടെയാണോ ആപ്പിള് മരത്തിന്റെ സൗന്ദര്യം കണ്ടു നിന്നോ, അതോ ഇവിടെ ആപ്പിള് പറിക്കാൻ വന്ന പെണ്ണുങ്ങളുടെ സൗന്ദര്യം കണ്ടു നിന്നോ? അതേ വരുന്നുണ്ട്. ഹലോ, എവിടായിരുന്നു? ആപ്പിള് ആപ്പിള് പറിക്കുന്നവരുടെ സൗന്ദര്യമാണോ ആപ്പിളിന്റെ സൗന്ദര്യമാണോ കണ്ടത്? ഏതെന്തോട്ടമല്ല. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കണോ? വേണ്ട. എന്നാ ശരി. തന്നെ വന്ന വഴിക്ക് കുറെ കുഞ്ഞു 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 ആപ്പിള്. മേഡം പറഞ്ഞ ഇത് മുന്തിരി ആപ്പിളാണെന്ന്. മുന്തിരിക്കൊല പോലെ കിടപ്പുണ്ടല്ലേ? മുന്തിരിക്കൊല പോലെ കിടപ്പുണ്ട്, പക്ഷെ നല്ല പുളിയാ. എന്നാ ചാമ്പയ്ക്കായിരിക്കും. നല്ല കുഞ്ഞാപ്പിള്. കുറച്ചാണ് ഈ ആപ്പിൾ. നോക്ക്, ഇത് ഗ്ലൂബിക്ക ആപ്പിളാന്ന് തോന്നുന്നു കേട്ടോ. നമ്മളോരോ പേരിടുവല്ലേ. എങ്ങനാ വൈൻഡപ്പ് ചെയ്താലോ? ആപ്പിള് കഴിച്ച് വയറിഞ്ഞോ? വയറിഞ്ഞില്ല, എനിക്ക് ഫുഡ് വേണം. സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ടി വരുവേ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ രസകരമായ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷയോടുകൂടി ആപ്പിൾ തോട്ടത്തിൽ നിന്നും ക്യാമറാമാൻ ക്രിസ്റ്റിയോടൊപ്പം കിരൺ. ബൈ.